നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകണം, നമ്മൾ ഈ മാമോദീസയിലൂടെ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവിടെ നമുക്ക് ലഭിച്ച നേട്ടം എന്താണ്? അതിനെക്കുറിച്ച് യേശു ക്രിസ്തു എന്ത് പറയുന്നു? യേശുവിനേക്കാൾ വലിയ ആത്മീയത നമുക്കില്ലല്ലോ. യേശു ക്രിസ്തു എന്തിലൂടെ നമ്മളോട് പ്രധാനമായി സംസാരിക്കുക? വിശുദ്ധ ബൈബിളിലൂടെ. പറഞ്ഞെല്ലാവരും ഉറക്കെ പറഞ്ഞെല്ലാവരും ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞാൽ, ഒരാൾ ബൈബിൾ വായിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നറിയോ? എല്ലാവരും ഉറക്കെ പറയാം, ആ വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്ദേശക്കാരൻ്റെ അടുത്തോ ദർശനക്കാരൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് രണ്ടാം സ്ഥാനമുള്ളോ ബൈബിൾ തുറന്നു വായിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ട് ഒരു എററുമില്ലാതെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന ഏക രീതിയാണെന്ത്? ബൈബിൾ വായിക്കാമെന്നാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തോട് സംസാരിക്കണമെന്നുണ്ടോ? നമ്മുടെ എല്ലാ ആത്മീയ അനുഷ്ഠാനങ്ങൾക്കും ഒരർത്ഥമുള്ളോ ഒരു മീനിങ് ഉള്ളോ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നു. പറഞ്ഞ എല്ലാവരും അത് കുടുംബ പ്രാർത്ഥനയാകട്ടെ, ജപമാലയാകട്ടെ, ഇതുപോലെ ഏകദിന ധ്യാനങ്ങളാകട്ടെ, 5 ദിവസത്തെ താമസം, എല്ലാത്തിനും ഒരർത്ഥമുള്ളോ മനുഷ്യൻ ആരോട് സംസാരിക്കുന്നു? ബൈബിൾ വായിക്കാമെന്നാണ് ഒരർത്ഥമുള്ളോ ദൈവം ആരോട് സംസാരിക്കുന്നു? അപ്പം ബൈബിൾ ഈശോയുടെ അഭിപ്രായത്തിൽ നമ്മൾ സ്വീകരിച്ചതിലൂടെ അല്ലെങ്കിൽ യേശുവിന് എന്താണ് കിട്ടിയ നേട്ടം? അതിനെക്കുറിച്ച് ഈശോ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യമാണ്. എല്ലാവരും ഒരുമിച്ച് വായിച്ചേൻ, ഉറക്കെ വായിച്ചേൻ, മനസ്സിലാക്കി വായിക്കണം. അതുകൊണ്ടല്ല, ബുദ്ധി കൊണ്ട് വായിക്കണം കേട്ടോ. എല്ലാവരും ഉറക്കെ വായിച്ചേൻ, ഉറക്കെ വായിക്കുക. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ഉറക്കെ വലിയ സ്വരത്തിൽ വായിക്കുക. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ. അപ്പം ഈ വചനത്തിൽ നിന്നൊരു പൊരുൾ ഈശോ പറയുന്നത്, നമ്മൾ ആരും ജനിക്കുമ്പോൾ ദൈവമക്കളല്ല. അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, അക്കോർഡിംഗ് ടു ചർച്ച്. 3 റൈറ്റ്സ് ഒരു പോലെ ഞാൻ പഠിപ്പിക്കുന്നത്, നമ്മൾ മനുഷ്യ മക്കളായിട്ടാണ് ജനിക്കുന്നത്. ഈശോയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. 2 കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ആരായി മാറണേ? ദൈവമക്കൾ. പറഞ്ഞെല്ലാവരും ഏതാ 2 കാര്യം? നിങ്ങൾ വായിച്ചു, ഒന്നുകൂടി വായിച്ചോ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ. ഇനി നമ്മൾ സെൽഫ് ഇവാലുവേഷൻ, നമ്മുടെ ആത്മീയതയെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ പോകണം. സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയും. ഈ 2 റിക്വയർമെൻ്റ് ആണ് അവിടെ നമ്മൾ കണ്ടത്. ഇത് 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആത്മീയത ശരിക്കും പഠിക്കാൻ പോകണം. ഒരു ഉപരിവിപ്ലവമായിട്ടല്ല, ഇംഗ്ലീഷിൽ പറയും പ്ലെയിൻ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തവും സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പോണി 1 മണിക്കൂറിൽ ദൈവമക്കളെ ഉള്ള സമയം കൊണ്ട്. അപ്പോൾ ഇവിടെ 2 റിക്വയർമെൻ്റ് ആണ് ഈശോ ദൈവമക്കളായി മാറാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളെ തന്നെ വിലയിരുത്താണ്. ഇത് 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാമത്തെ റിക്വയർമെൻ്റ് ആണ് യേശുവിനെ സ്വീകരിക്കണം. ചോദ്യം വരാണ്, നിങ്ങൾ ആരെങ്കിലും ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇല്ല. മറുപടി വേഗം പറഞ്ഞോ. എപ്പോഴാണ് സ്വീകരിച്ചേക്കണേ? മാമോദീസയിൽ മാത്രമല്ല, എല്ലാ കുദാശയിലും നമ്മൾ ആരെ സ്വീകരിച്ചിട്ടുണ്ട്? ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടവരാണ്. നമുക്കിത് ക്ലാസ് കഴിഞ്ഞ കുർബാനയുണ്ട്. എല്ലാത്തിനും കുർബാന മാമോദീസ പറഞ്ഞ തെറ്റൊന്നുമില്ല, 100% ശരി തന്നെ. അപ്പം എല്ലാ കുദാശയിലും നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തവും സ്പഷ്ടമായും പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുപാട് സ്ഥിരീകരിക്കുന്ന യേശുവിൻ്റെ സ്വീകരണമാണ് വിശുദ്ധ കുർബാന, അല്ലേ? അപ്പം 1-ാം ദൈവമക്കളായി മാറേണ്ട 1-ാമത്തെ റിക്വയർമെൻറ്റ് കഴിഞ്ഞു, നമ്മൾ പൂർത്തീകരിച്ചു. നമ്മൾ ശരിക്കും ആത്മീയത പഠിക്കുകയാണ്. അവിടെ 2-ാമത്തെ റിക്വയർമെൻ്റ് ഉണ്ട്. 2-ാമത്തെ റിക്വയർമെൻ്റ് ആണ് ഈശോയുടെ നാമത്തിൽ. വീണ്ടും ചോദ്യം വരാണ്, നിങ്ങൾ ആരെങ്കിലും ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഇല്ല. മറുപടി പറഞ്ഞോ. എവിടെയാണ് നമ്മൾ വിശ്വസിക്കണേ? സ്വരം കേട്ടില്ലല്ലോ. വിശ്വാസ പ്രമാണത്തിൽ. പറഞ്ഞെല്ലാവരും നമ്മുടെ ഏത് മേജർ പ്രയറിൻ്റെ മുമ്പിലും നമ്മൾ ചെല്ലുന്ന അടിസ്ഥാന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. ഞാനൊക്കെ ഇന്ന് എൻ്റെ 5 മണി എഴുന്നേറ്റ് ഒരു മണിക്കൂർ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥിക്കുക. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെല്ലും ഓരോ ലോകത്തിലെ സുവിശേഷ വേലയ്ക്ക്, ധ്യാനത്തിന് വേണ്ടി ഇങ്ങനെ. അപ്പോൾ ദൈവമക്കളെ, ഏതും ജപമാല ആയാലും കരുണമന്തി ആയാലും കടറുള്ള കുർബാനകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ബേസിക് പ്രെയറാണേത്? വിശ്വാസ പ്രമാണം. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എന്താ? വിശ്വസിക്കുന്നു. പറഞ്ഞെല്ലാവരും ഒരു 10,000-10,000 പ്രാവശ്യം വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? എത്ര വട്ടം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു പറയണു? 10,000-10,000 വട്ടം നമ്മൾ ചൊല്ലിയിട്ടുള്ളത്. അതിന് മെയിൻ കണ്ടന്റ് വിശ്വസിക്കുന്നു പറയലാണ്. എത്ര വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 7, പിന്നെ എത്രയാ? 12. 7ഉം 12ഒന്നും ഇല്ല. ഇനി ഞാൻ നേരമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെല്ലിക്കുന്നില്ല, വീട്ടിൽ പോയി ചെല്ലി നോക്കിയാൽ മതി. 5 വട്ടേ പറയുന്നുള്ളൂ. എത്ര വട്ടം പറയുന്നുള്ളൂ? വീട്ടിൽ പോയി ചെല്ലി. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് 1 മണിക്കൂറിനാണ് തന്നിരിക്കണേ. അപ്പോൾ ദൈവമക്കളെ, വലിയ ക്ലാസ്സാണ്. അപ്പോൾ ദൈവമക്കളെ, ഇത് 2 നമ്മൾ ചെയ്തു. അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആരാണ്? ഉറക്കെ പറഞ്ഞേൻ, ദൈവമക്കളാണ്. പറഞ്ഞെല്ലാവരും ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേൻ. ഇനി അതിൻ്റെ റൂട്ട് ഒന്ന് പറഞ്ഞേൻ. കാരണം പറ. കാരണം ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്, യേശുവിൽ. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആരാണ്? മകനാണ്, അല്ലെ മകൻ. ഏകവചനം പറഞ്ഞു എന്ന് ആര് എന്നെ പഠിപ്പിച്ചു? ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ആരെ പഠിപ്പിച്ചേ? യേശു ക്രിസ്തു. ആരെ പഠിപ്പിച്ചത്? എന്തിലൂടെ പഠിപ്പിച്ചു?
വിശുദ്ധ ബൈബിളിലൂടെ. ഇതാണ് ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ പാഠം 1 കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇത് ആമുഖാണ്, ഇന്നത്തെ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ആമുഖാണ്. ഇനി ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടുത്തത് ക്രിസ്ത്യാനി അവസാന പാഠാണെന്ന് എടുക്കാൻ പോകണം. ഇന്ന് നമ്മൾ കേൾക്കുന്നേക്കാൾ ഉയർന്ന ഒരു ആത്മീയ ചിന്ത ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ക്ലാസ് എടുക്കണമെന്ന് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ കുറേ ധ്യാനങ്ങളും ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഇവിടെ പറയാൻ പോകണം നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ന് അവസാന പാഠം നമ്മൾ മനസ്സിലാക്കി. നമ്മളെല്ലാവരും യേശുവിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവമക്കളാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ചിന്തിക്കാൻ പോണ പ്രധാന വിഷയം ഇതാണ്: നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഏതെങ്കിലും പ്രത്യേകതയല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ ദൈവത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപി, ഓമനപ്പെട്ടെന്നൊക്കെ പറയില്ലേ. ഈ ലോകത്തിൽ പരിപൂർണത എന്ന് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ അതൊന്നല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാവരും ഉറക്കെ പറഞ്ഞു. ദൈവം, ഉറക്കെ പറ, വാതർന്ന് ഉറക്കെ പറ, ദൈവം മരണമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഈ പ്രപഞ്ചത്തിൽ ഏത് മനുഷ്യനും നിഷേധിക്കാൻ പറ്റാത്ത, മനുഷ്യനല്ല ജീവജാലങ്ങൾക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, അത് മരണം മാത്രമാണ്. ബാക്കി നമ്മുടെ ഇപ്പൊ സ്വന്തം എന്ന് കരുതുന്ന എല്ലാം താൽക്കാലികമാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടെന്ന് കരുതുന്നില്ല, എല്ലാം താൽക്കാലികമാണ്. കൊച്ചുനാളിൽ ദരിദ്രരായ പലരും ഇന്ന് സമ്പന്നരായി. ഇപ്പൊ ദാരിദ്ര്യം പെർമനന്റ് ആയിരുന്നോ? കൊച്ചുനാളിൽ സമ്പന്നരായ പലരും ആരായി മാറിയിട്ടുണ്ട്? ദരിദ്രരായി. അപ്പൊ സമ്പത്ത് പെർമനന്റ് ആയിരുന്നോ? ഇപ്പൊ നമ്മുടെ അവിടെ ഒരു ബാലനിരിക്കേണ്ടത് ഒരു 5 വയസ്സുണ്ടാവും. ഒരു 20 വർഷം കഴിഞ്ഞ് അവൻ ആരായി മാറി? യുവാവായി. അപ്പൊ ഈ ബാലൻ പെർമനന്റ് ആണോ? അപ്പൊ അവിടെ ഒരു യുവതി ഇരിക്കേണ്ട ഒരു 25 വയസ്സ്. ഒരു 10-60 വർഷം കഴിയുമ്പോൾ ആരായി മാറി? വൃദ്ധയായി. അപ്പൊ യുവതി പെർമനന്റ് ആണോ? ഈ ലോകത്തിലെല്ലാം താൽക്കാലികമാണ്. ഒരു സത്യമേ പെർമനന്റ് ആയിട്ടുള്ളൂ, അത് മരണം മാത്രമാണ്. പറഞ്ഞെല്ലാവരും. എന്നാൽ ദൈവത്തിന് ഇല്ലാത്തതാണെന്ത്? അവർക്ക് പറഞ്ഞേൻ. നമ്മൾ കുർബാന കഴിഞ്ഞ് കുർബാനയുണ്ട്. കുർബാനയിൽ നമ്മൾ പറയും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി. അത് ശുശ്രൂഷി വിശ്വാസികളായി നമ്മൾ ആഹ്വാനം ചെയ്യലാണ്. മറുപടിയായിട്ട് വിശ്വാസികളായി നമ്മൾ പാടും. എന്താ പറയുക? സർവേശ നീ പരിശുദ്ധൻ, ബലവാനെ നീ. അടുത്ത വാക്കെന്താ? നിത്യൻ അമർത്യൻ, എന്നും ജീവിക്കുന്നവനെ, മരണമില്ലാത്തവനെ നീ. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മരണമില്ലായ്മ. എന്നാൽ ഒരു മനുഷ്യനും നിഷേധിക്കാൻ പറ്റാത്ത ഒറ്റ സത്യമുള്ളൂ, അത് മരണം മാത്രമാണ്. ബാക്കിയെല്ലാം താൽക്കാലികമാണ്. എന്നാൽ വേറൊരു രഹസ്യം, നമ്മളാരും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം അത് തന്നെയാണ്. നമ്മൾ ആരും ചിന്തിക്കാൻ, ഒരു 90 വയസ്സായി അപ്പാപ്പന്റെ ചിന്ത എന്താ? റബ്ബർ ബ്രദറെ 105 ഷോർട്ടർ ചെയ്യാറായിട്ടുണ്ട്. അത് ഷോർട്ടർ ചെയ്താൽ 316 ഭയങ്കര പാലാന്ന് കേൾക്കണേ. അത് കഴിഞ്ഞ് 212 പ്ലാൻ ചെയ്യണം. അപ്പോൾ എന്തിനെ കുറിച്ച് ചിന്തിക്കില്ല? ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ, എന്നാൽ നിഷേധിക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചം കണ്ടതിൽ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ കോടീശ്വരന്റെ പേരാണ് ഓനാസിസ്. ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു അന്ന്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, ഞാൻ ഒരു വയസ്സനാണ്. അയാൾ മരിച്ചുപോയി. ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ സുന്ദരി, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ സുന്ദരിയുടെ മെർലിൻ മൺറോ 28ാമത്തെ വയസ്സിൽ മരിച്ചോളൂ. $1 കോടി അവളുടെ കൂടെ ഒരു ദിവസം ഉറങ്ങാൻ. ദൈവമക്കളെ, അവൾ മരിച്ചുപോയല്ലോ. ഹോളിവുഡിലെ ഏറ്റവും കോസ്റ്റ്ലി നടി ആരാ പറഞ്ഞ്? ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ അഭ്യാസിയുടെ പേരാണ് ബ്രൂസിൽ. അവൻ മരിച്ചു 26ാമത്തെ വയസ്സിൽ. ഒരാൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ് മരണം. എന്നാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തതാണ് മരണം. എന്നാൽ ദൈവത്തിനില്ലാത്തതാണ് എന്ത്? അപ്പൊ ദൈവമക്കളായി നമ്മൾക്ക് ലഭിക്കുന്ന, മക്കളായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് മരണമില്ലായ്മ. പറഞ്ഞെല്ലാവരും. നമ്മുടെ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ മരണം ഏറ്റെടുക്കാനാണ്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ബൈബിളിലൂടെയല്ലേ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക. വായിച്ചേൻ. യോഹന്നാന് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഉറക്കെ വായിച്ച എന്നോട് ചേർന്ന് എല്ലാവരും ഒരുമിച്ച് വായിച്ചേൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനങ്ങളിൽ അയച്ചൻ വിശ്വസിക്കുന്നവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ലല്ലോ. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചതിലൂടെ ദൈവമക്കളായി മാറിയെങ്കിൽ ജീവിക്കുന്ന കർത്താവിന്റെ വചനം പറയുന്നു, നീ മരണമില്ലാത്തവനായി മാറിയിരിക്കുന്നു എന്ന്. ചെറിയവനായ ഞാനല്ലല്ലോ, സർവജ്ഞായ നമ്മുടെ കർത്താവ് പറഞ്ഞു. കാരണം ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ മരണം ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് പിതാവായ ദൈവം എന്തിനാണ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതെന്ന് തന്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബൈബിളിലൂടെയല്ലേ നമ്മളോട് സംസാരിക്കുക. യെശയ്യായുടെ പ്രവചനം 25-ാം അധ്യായം 8-ാം വാക്യം ഉറക്കെ വായിച്ച ലീവിലുണ്ട് എല്ലാവരും. യെശയ്യാ 25:8 ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് മരണത്തെ എന്നേക്കുമായും ഗ്രസിക്കും. ഗ്രസിച്ചു എന്നല്ല എഴുതി വെച്ച്. എന്താ എഴുതി വെച്ചിരിക്കണേ? എന്തങ്ങനെ ഗ്രസിക്കും എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈശോയുടെ മനുഷ്യാവതാരത്തിനും
അല്ലെങ്കിൽ പീഡാസകനം, കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ഇതെല്ലാം ചേരുന്ന ഒറ്റ വാക്കാണ് രക്ഷാകരണ കൃത്യം. രക്ഷാകരണ കൃത്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം, പീഡാസകനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗ്ഗാരോഹണം, ഇതെല്ലാം കൂടുതൽ ഒറ്റ വാക്കാണ് രക്ഷ. അപ്പോൾ രക്ഷാകരണം എന്നുള്ള കൃത്യം ഞാൻ പറയുള്ളൂ, ഇതെല്ലാം ഉൾക്കൊണ്ട്. അപ്പം ദൈവമക്കളെ, ഈശോയുടെ രക്ഷാകരണ കൃത്യത്തിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ മരണം ഏറ്റെടുക്കാനാണ്. അത് ബിഫോർ ക്രൈസ്റ്റ് ആയിരുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തിന് 700 വർഷമാണ് യെശയ്യായിലൂടെ നമ്മുടെ പിതാവ് നിന്റെ മക്കളായി നമുക്ക് പറഞ്ഞു തരുന്നത്. യെശയ്യാ 25:8 വാക്യം, അവിടുന്ന് മരണത്തെ എന്നേക്കുമായും ഗ്രസിക്കും. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ കുരിശുമരണ ശേഷം പരിശുദ്ധാത്മാവ് തന്റെ മക്കളായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:26 വാക്യം ഉറക്കെ വായിച്ചേൻ. 1 കൊരിന്ത്യർ 15:26 എന്ന് പഠിപ്പിക്കണേ. മരണമെന്ന, ഉറക്കെ വായിക്കല്ല, ഒരു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ആരുടെ യോഗ്യതയാൽ? നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ അല്ല രക്ഷാകരണ യോഗ്യതയാൽ. ആ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് എനിക്കും നിനക്കും മരണമില്ല എന്ന് ചെറുവനായ ഞാനല്ലല്ലോ, സർവജ്ഞാന പരിശുദ്ധാത്മാവിന്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നു. 1 കൊരിന്ത്യർ 15:26 വാക്യം അത് നമ്മൾ വായിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കർത്താവ്, യേശുവിനെ കർത്താവ് സ്വീകരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 21-4 വാക്യം ഉറക്കെ വായിക്ക്. വെളിപാട് 24 അവിടെ പറയാണ്, അവിടുന്ന് അവരുടെ മിഴിയിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം. അപ്പൊ ദൈവമക്കളായി നമുക്ക് എന്തില്ല? അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഗുരു കർത്താവ് ഈശോ പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യം ഉറക്കെ വായിച്ചേൻ. യോഹന്നാൻ 11:25-26 ഇങ്ങനെ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞ, ഞാനാണ് പുനരുത്ഥാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരിക്കലും, ഉറക്കെ പറ, ഒരിക്കലും, ഒന്നും കൂടെ ഉറക്കെ പറ, ഒരിക്കലും. അപ്പൊ ക്രിസ്ത്യാനിക്ക് എന്തില്ല? നമ്മൾ മരണമില്ല. എന്നും ചെറുവിനായി ഞാനല്ല, നമ്മുടെ കർത്താവാണ് പറയണേ. കർത്താവിനൊക്കെ വലിയ ധ്യാനഗുരു നമുക്കുണ്ടോ? ബൈബിളിലൂടെയാണ് പറയണേ. ദൈവമക്കളെ, നാം മരണമില്ലാത്തവരാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരുടെ, ഇനി കുദാശയുടെ രൂപത്തിൽ വന്ന മാമോദിസയിലൂടെ നമ്മൾ ദൈവമക്കളായി മാറിയെങ്കിൽ, അതല്ല ഇന്നത്തെ ചിന്താവിഷയം. ദൈവമക്കളായി മാറിയുണ്ടല്ലോ ഏറ്റവും വലിയ നേട്ടമാണ് മരണം. അതാണ് എന്റെ ചിന്താവിഷയം. നാം മരണമില്ലാത്തവരായി മാറി. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ബൈബിളെ പറഞ്ഞു. 1 മിനിറ്റ് ഞാൻ ഒറ്റ മിനിറ്റ് ലോകത്തിന്റെ ഭാഷ 1 മിനിറ്റ് ഞാൻ വീണ്ടും ബൈബിളിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലൊക്കെ വേർപെട്ട് പോയാൽ നമ്മളൊരു ചരമ അറിയിപ്പ് നമ്മൾ പ്രിന്റ് ചെയ്യും. നമ്മൾ തൃശ്ശൂക്കാർ അതിനെ പറയാം. ബൈബിളല്ലേ ഞാൻ പറയണേ. 1 മിനിറ്റ് ഞാൻ ബൈബിളിൽ നിന്ന് മാറി ഒറ്റ മിനിറ്റായി ഞാൻ വീണ്ടും ബൈബിളിലേക്ക് വരും. നമ്മൾ ആ ചരമറിപ്പിനെ പറയാം മരണക്കുറി എന്നാണ് പറയാം. എന്താ പറയാ? ഒരാളുടെ കല്യാണക്കുറികൾ കണ്ടു കഴിഞ്ഞാൽ വിളിക്കുന്ന ആളുടെ പണത്തിന്റെ കുഴപ്പം എത്ര നമുക്ക് അറിയാൻ പറ്റില്ലേ? 2 ബോളില് 4 ബോളില് സ്വർണ്ണ ലിപി ചെറുക്കിന് വേണ്ടി പണം ഇങ്ങനെ ചെക്ക് ചെയ്ത് നിൽക്കേണ്ട ഓരോരുത്തരുടെ പണക്കുഴിപ്പ് അനുസരിച്ച് കല്യാണക്കുറിയുടെ പകുതി കൂടി കുറഞ്ഞിരിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര കോടീശ്വരനാണെങ്കിലും എത്ര ദരിദ്രനായാലും മരണക്കുറി സെയിം പാറ്റേൺ ആണ്. അതിൽ മാത്രം സമത്വം നമുക്കുണ്ട്. മരണക്കുറി നിങ്ങൾ 3-4 ബോളിൽ കണ്ടിട്ടുണ്ടോ? തങ്കലുവിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ ഓർമ്മ വരും. എല്ലാം അതിൽ മാത്രമേ സമത്വമുള്ളൂ. ഒരു വെളുത്ത കട്ടിക്കടലാസിൽ കറുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും. അതിലെഴുതുന്ന വാക്കുകളും തുല്യത ഒന്ന് തന്നെയാണ്. അതിൽ ക്രൂശിലുമുണ്ടാവും. സൈലിയുമായി ഈശ്വരസേവ് എന്നാണോ അതിന് താഴെ എഴുതി വെച്ച് ഞങ്ങൾ ഇന്നാണ്, അല്ലെങ്കിൽ അപ്പൻ അമ്മ ആരാണെങ്കിൽ ഇന്ന സമയത്ത് ആത്മത്തിന് വേണ്ട അത് ഉദാശ കൈകൊണ്ട് മരിച്ചു പോയെന്ന് എഴുതാറുണ്ടോ? നമ്മള് മുണ്ടള്ളിയിലാരും ചരമം മുടഞ്ഞു എഴുതാറുണ്ടോ? നിര്യാതന എഴുതാറുണ്ടോ? പിന്നെന്താ നമ്മൾ എഴുതാറ്? ഉറക്കെ പറഞ്ഞേൻ. കർത്താവിൽ വാതുറന്ന് പറ. കർത്താവിൽ നിദ്ര. എന്താ നിദ്ര എന്ന വാക്കിന്റെ അർത്ഥം? ഉറക്കം. കല്ലറ എഴുതി വെച്ചു RIP റഷ്യൻ ബി സമാധാനത്തിൽ വിശ്രമിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെക്കാൻ കാരണമായി? ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച വാചകങ്ങളുടെ ഒരു ഘടനയല്ല. നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ വാചകങ്ങളുടെ ഒരു ഘടന, ഒരു പാറ്റേൺ ആണ്. ഒരു 25 കൊല്ലം പഴക്കമുള്ള ചരമറിയപ്പെടുത്തോ ഇതന്നെ നിങ്ങൾ കാണാം. ഒരു 50 കൊല്ലം പഴക്കമുള്ള എടുത്തോ, അത് ഒരു 75 കൊല്ലം പഴക്കമുള്ള എടുത്തോ, എല്ലാം ഇത് തന്നെ. അവരുണ്ടാക്കിയ ഒരു വാചകങ്ങളുടെ ഘടന, ഒരു പാറ്റേൺ നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്നു. എവിടെ നിന്നാണ് നമ്മുടെ പൂർവികർക്ക് അറിവ് കിട്ടിയത്? ക്രിസ്ത്യാനികളായ നമ്മുടെ വേർപാട് മരണമല്ല, നിദ്രയാണ്. അത് നിങ്ങൾ ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട തെസ്സലോനിക്കയുടെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 13 ലീവിലില്ല, സൈഡിൽ എഴുതി വെച്ചു. ഞാൻ ചിലത് ബൈബിളിലുള്ളത് മാത്രമേ പറയുള്ളൂ, ലീവിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അത് ഞാൻ ലീവിലില്ല എന്ന് പറഞ്ഞാൽ സൈഡിൽ എഴുതി വെച്ചോ. 1 തെസ്സലോനിക്കയുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് എവിടെ നിന്നാണ് നമ്മുടെ പൂർവികർക്ക് അറിവ് കിട്ടിയെന്ന് അവിടെ വ്യക്തമായിട്ട് ബൈബിളിൽ കാണാൻ സാധിക്കും. ആ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുക. എല്ലാവരും ഏറ്റു പറഞ്ഞോ. എന്നോട് ലീവിലില്ലാത്തതുകൊണ്ട് എന്നോട് ഏറ്റു പറയാൻ പറഞ്ഞു. സഹോദരരെ, ഉറക്കെ പറ, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരു ദൈവമകൻ ദൈവമകൾ ഞാൻ നിങ്ങളെ ഗണത്തിൽപ്പെട്ടു. നിങ്ങൾ ദുഃഖിക്കാതിരിപ്പാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ
ആഗ്രഹിക്കുന്നു. ആരെ കുറിച്ചിട്ടാണ്? നമ്മളിന്ന് ഒരുപാട് പേര് വേറെപ്പെട്ടവരെ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓരോ വേദനകൾ എഴുതി വെച്ചിരിക്കണേ. അവരെ കുറിച്ചും 10-25 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 19 കൊല്ലം കഴിയുമ്പോൾ ഈ പറയണേ ഞാനും നിങ്ങളൊക്കെ അവിടെ ചേരേണ്ടവരാണ്. നമ്മുടെ നാളെക്കുറിച്ചും നമ്മുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചും നമ്മൾ വേർപെട്ടവരുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്ന് ചെറിയവനായ ഞാനല്ലല്ലോ. സർവജ്ഞാന പരിശുദ്ധാത്മ ശ്രവണിക്കാട് 1 ലേഖനം 4 അധ്യായം 13 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിപ്പാൻ ഒരു ദൈവമകൾ തൻ്റെ ഭവനിൽ നിന്ന് വേർപെട്ടവരെ കുറിച്ച് ദുഃഖിക്കരുത് എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദുഃഖിക്കാതെ നിദ്ര പ്രാപിച്ചവരും ആരെ കുറിച്ചിട്ടാണ്? നിദ്ര. അപ്പൊ ആ വാക്ക് എവിടെ നിന്ന് വന്ന് മനസ്സിലായില്ലേ? ചരമറിവില് നിങ്ങൾക്ക് അറിവുണ്ടായി. ഞങ്ങൾ വീണ്ടും അടുത്ത വാക്ക് 1 ശ്രേണിക്ക് 4:14 എല്ലാവരും പറ, യേശു മരിക്കുകയും യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവാനോടുകൂടെ ഉയർപ്പിക്കും. അപ്പൊ നിത്യന്റെ ഉയർപ്പ് ബൈബിൾ പ്രകാരം എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. പിന്നെ ആർക്കുള്ളത്? യേശുവിൽ. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, യേശുവിൽ നിദ്ര പ്രാപിച്ചവർക്ക് നിത്യന്റെ ഉയർപ്പുള്ളൂ. പിന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ചാപ്റ്റർ 2 പോകണം. നമ്മൾ ഇനി ചിന്തിക്കാൻ പോണ വിഷയം ഇതാണ്: എങ്ങനെ നമുക്ക് യേശു നിദ്ര പ്രാപിക്കാൻ പറ്റുക? മരിക്കാറാകുമ്പോൾ 2 ലക്ഷം മോൻ്റെ കൂടെ പറയാം, മോനെ ഡാഡി മരിച്ചാൽ പോട്ട സഹിതം പരസ്യപ്പെടുത്തണം. എൻ്റെ ഡാഡി ആത്മഹത്യയാണ്, അദ്ദേഹം ദാസകൾ കൈക്കൊണ്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പരസ്യപ്പെടുത്താൻ നമ്മുടെ മരണം യേശുവിൽ നിദ്രയാവോ? ഇല്ല. പിന്നെ എന്താ? ലളിതമാണ്. ക്രിസ്ത്യാനിത വളരെ ലളിതമാണ്. എനിക്കൊന്ന് എനിക്ക് യേശുവിൽ നിദ്ര പ്രാപിക്കാൻ ഞാൻ വേറെ ഒരു ഉപമയിലൂടെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ഒരാളുടെ ആഗ്രഹമാണ് നമ്മുടെ ഈ ആശ്രമത്തിൽ നിന്ന് ഈ ലോകം വിട്ടുപോകണം. എന്ത് ചെയ്താൽ മതി? ആത്മഹത്യ ചെയ്ത നേരെ നരകത്തിൽ പോകും. ദൈവമക്കളെ, നമ്മളിവിടെ ഇനി ആയിരിക്കും 5 കൊല്ലോ 10 കൊല്ലോ 25 കൊല്ലോ. എന്നാൽ ഈശോ നമ്മുടെ ആത്മാവിനെ തിരികെ വിളിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ ഉണ്ണും, ഇവിടെ തന്നെ ഉറങ്ങും, ഇവിടെ തന്നെ വിശ്രമിക്കും. ദൈവമക്കളെ, എന്ന് വിളിക്കുന്നെങ്കിൽ നമ്മുടെ വേർപാട് ഇവിടെ നിന്നായിരിക്കും. ഡയറക്ടേഴ്സിന് സമ്മതിക്കണ്ടോ? അത് വേറെ കാര്യം. ഡയറക്ടേഴ്സ് സമ്മതിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നിനക്കോ യേശുവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ നാം ആ ഒരൊറ്റ കാര്യം ചെയ്യണ്ടോ? ഇന്ന് നാം യേശുവിൽ ജീവിക്കാം. ഗലാത്യരുടെ ലേഖനം 2 എഴുതിയെടുത്ത സൈഡില് ഗലാത്യർ 2 20 വാക്യത്തില് ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം ഉദ്ദേശിച്ചുള്ള ക്ലാസ്സാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സുധീനശാല ആത്മാക്കളെ കുറിച്ചും നാം നാളെ അവിടെ പോകേണ്ടവരാണ്. അപ്പൊ നമ്മളതിൽ വിടും. ഇന്നിപ്പോ അവര് പോയെങ്കിൽ ഇന്ന് ഞാൻ നാളെ നീന്നല്ലേ. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തില് ശവടക്കിന് ബോഡി കൊണ്ടുപോകുമ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഇന്ന് നീ നാളെ ഞാൻ. ദൈവമക്കളെ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അന്ന് ഞങ്ങളുടെ പൂർവികർക്ക് പഠിപ്പിച്ചിരിക്കണേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചെല്ലാറുണ്ട്. വയസ്സായവർക്ക് ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ദൈവമക്കളെ, അപ്പം നാളെ നമ്മൾ അവിടെയും പോകേണ്ടവരാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു അവബോധമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ തരാൻ ബൈബിളിന് ആധാരമാക്കി വരുന്നത്. ദൈവമക്കളെ, നമുക്ക് എങ്ങനെയാണ് യേശുവിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കുക? അതിന് വളരെ ലളിതമാണ്. ഇന്നും നമ്മൾ യേശുവിൽ ജീവിക്കണം. യേശുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യ ആത്മീയന് വിശുദ്ധ ബൈബിൾ പ്രകാരം 2 തരം ജീവിതമാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. അതേതാണെന്ന് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിന്റെ ആത്മീയ ലോകത്തിൽ എങ്ങനെ വേണമെന്ന് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അത് എന്താണെന്ന് പറഞ്ഞുതരാൻ പരിശുദ്ധാത്മാവിന് പറ്റും. അത് പരിശുദ്ധാത്മാവ് പറയും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് തെസ്സലോനിക്കരുടെ ലേഖനം 1 ലേഖനത്തിന്റെ 5 അധ്യായത്തിന് 4-5 വാക്യം. അവിടെ ഇങ്ങനെ പറയാ, എല്ലാവരും പറഞ്ഞ സഹോദരരെ, പ്രത്യാശയില്ലാത്ത അവിടെ ഇങ്ങനെ പറയാ, ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. അതായത് നമുക്ക് 2 തരം ജീവിതം. ഒരു ജീവിതത്തിന്റെ പേരാണ് സ്വയം കേന്ദ്രീകൃതമായ ജീവിതം. പറഞ്ഞെല്ലാവരും ഇംഗ്ലീഷിൽ പറയാ സെൽഫ് സെൻറ്റേർഡ് എന്ന് പറയും. ഇനി 2ാമത്തെ ജീവിതമാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. പറഞ്ഞെല്ലാവരും ക്രൈസ്റ്റ് സെൻറ്റേർഡ്. ഇത് ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. സ്വയം സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ സ്വയം കേന്ദ്രീകൃതത്തിന്റെ അർത്ഥത്തിലുള്ള നമ്മുടെ ശരീരത്തിനും മനസ്സിനും തോന്നുന്ന പോലെ ജീവിക്കുക. അതാണ് സ്വയം കേന്ദ്രീകൃതമായ ജീവിതം. ഇന്ന് പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോയി. ഇന്ന് ഭയങ്കര മഴ, പള്ളി പോണില്ല. കൂടെ പ്രാർത്ഥന എല്ലാം ചൊല്ലി. ടി വിയിൽ ഭയങ്കര പ്രോഗ്രാം. ഇന്ന് പ്രാർത്ഥന വേണ്ടടി, വേണ്ട. 50 ദിവസം നോയമ്പെടുക്കാൻ നോയമ്പെടുത്തു. ഈസ്റ്ററിലവരെ കള്ളുടിക്കാന്ന് കള്ളുടിച്ചു. ഇതിന്റെ പേരാണ് സ്വയം കേന്ദ്രീകൃതമായ ജീവിതം. ഈ ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ ജീവിക്കുന്ന കർത്താവിന്റെ വചനത്തെ ആധാരമാക്കിയാൽ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ഈ ലോക ജീവിതം നരകത്തിലേക്കുള്ള യാത്രയായിരിക്കും. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മ പറയാണ്, ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങൾ ജീവിച്ച് നമ്മളും സ്വഭാവേന നമ്മുടെ ഈ പ്രവൃത്തി മുഖാന്തരം ക്രോധത്തിന്റെ, അതായത് ദൈവക്രോധത്തിന്റെ മക്കളായി തീർന്നു. പാപം വഴി നാം മരിച്ചവരായി തീർന്നു.
മരണം നരകത്തിലേക്കുള്ള യാത്രയാണ്. ഇനി എന്താണ് ക്രിസ്തു കേന്ദ്രീകൃതമായി? അത് വളരെ ലളിതമാണ്. യോഹന്നാന്റെ ലിവിലില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എന്താണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമെന്ന് നമ്മുടെ ഗുരുവും കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 15:7 ഇങ്ങനെ പറയുന്നു. അവൻ അവിടുന്ന് പറയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാ നമ്മൾ കുറെ കാലമായാലും ഇഷ്ടമുള്ളത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കിട്ടുന്നുണ്ടോ? ചിലതൊക്കെ കിട്ടുന്നുണ്ട് ബ്രദറെ, കുറെ ഇതുവരെ കിട്ടിയില്ല. ഇതല്ലേ മറുപടി. കർത്താവ് ചിലതെല്ലാം തരുന്ന. പിന്നെ എന്താ ബൈബിൾ നുണയല്ലേ? ബൈബിൾ നുണ അല്ല. ഇഷ്ടമുള്ള ചോദിക്കാനേക്കുമ്പോൾ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിഴുങ്ങി. എന്താ 2 കണ്ടീഷൻ? നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വാക്ക് നിങ്ങളില്, എന്നിട്ട് വേണം നമ്മൾ ഇഷ്ടമുള്ള ചോദിക്കാൻ. ദൈവമക്കളെ, ഇതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. ഞാനോ നിങ്ങളോ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് നയിക്കുന്നെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം, ഈ ലോകത്തിന് ശേഷമുള്ള നമ്മുടെ യഥാർത്ഥ നിത്യജീവനം എങ്ങനെ ആയിരിക്കുമെന്ന് ചെറിയവനായ ഞാനല്ല, സർവജ്ഞാന പരിശുദ്ധാത്മാവായ നമ്മുടെ ദൈവം നമുക്ക് പറഞ്ഞ രംഗമാണ്. റോമാക്കാർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം എഴുതിയെടുത്തോ? ലീവിലില്ല. റോമ 8:1 ഇങ്ങനെ പഠിപ്പിക്കുന്നു. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ലല്ലോ. ആകയാൽ ഇപ്പോൾ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, അതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. അങ്ങനെ ജീവിച്ച് വേർപ്പെടുമ്പോഴാണ് ദൈവമക്കളെ നമ്മുടെ വേർപാട് നിദ്രയായി മാറണേ. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. നമ്മൾ ഈ ലോകം നമ്മുടെ വേർപെട്ടു നിൽക്കുക, നമ്മുടെ ശരീരം വേർപെട്ടു. ഉടനെ നമുക്ക് എന്താ സംഭവിക്കുക? അതിന് തിരിച്ചോ പറയുന്ന പേരാണ് നാം ഫസ്റ്റ് നേരിടേണ്ടി വരിക തനത് ന്യായവിധിയാണ്. പറഞ്ഞെല്ലാവരും അതിനെക്കുറിച്ച് എബ്രായർ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉറക്കെ വായിച്ച എല്ലാവരും 9-ാം അധ്യായത്തിന് 28-ാം വാക്യം ഉറക്കെ ലീവിലുണ്ട്. എല്ലാവരും ഉറക്കെ വായിച്ചാൽ നമ്മുടെ ഈ ലോകം നമ്മൾ വേർപെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് ചെറിയവനായ ഞാനല്ല, സർവജ്ഞാന പരിശുദ്ധാത്മാ പറയുന്ന രംഗമാണ്. വായിക്കണം. ഉറക്കെ വായിച്ച എബ്രായർ 9:28 വായിച്ചോ. അതിനുശേഷം വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പറഞ്ഞെല്ലാവരും എന്താ എഴുതപ്പെട്ടിരുന്നേ? അതിന് തിരിച്ച പറയുന്ന പേരാണ് തനത് ന്യായവിധി. ഉറക്കെ പറഞ്ഞെല്ലാവരും. അത് വിശ്വാസികളായി നമുക്ക് മാത്രമുള്ളതാണ്. ഉറക്കെ വായിക്കുക. നമ്മളിൽ നിന്ന് വേറെപ്പെട്ടവരെല്ലാം അത് നേരിട്ടവരാണ്. ദൈവമക്കളെ, 10, 20, 30, 40 നമുക്ക് അറിയില്ല എന്നാണെന്ന്. ഒരു നാളും ഈ പറയണ ഞാനും കേൾക്കണം, നിങ്ങൾ നേരിടേണ്ടതാണ്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കിക്കൊള്ളുക. ജീവിക്കുന്ന കർത്താവിന്റെ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഉറക്കെ വായിക്കുക എല്ലാവരും. എബ്രായർ 9:28 അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല. പിന്നെന്താണ്? തന്നാകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ഗണത്തിലായിരിക്കണം ഇന്ന് നമ്മൾ ആകേണ്ടത്. അതാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ അച്ഛൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നമ്മൾ കർത്താവിന്റെ 2ാമവരനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കണം എന്നാണ് പറയണേ. ദൈവമക്കളെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യഥാർത്ഥ ഇവിടെ നമ്മൾ പരദേശികൾ കൂടാറ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ കുർബാനയുണ്ട്. കുർബാനയുടെ ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലോട്ടോ. ഞാൻ പറയുന്ന അതേ കാര്യം തന്നെ ലേഖനത്തിൽ പറയണേ. ദൈവമക്കളെ, നമ്മുടെ യഥാർത്ഥ നമ്മളൊരു തീർത്ഥാടകരാണ്. നമ്മൾ പില്ലിഗ്രം. നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്ന ഈ ലോക ശേഷമാണ്. അതാണ് അതിനെക്കുറിച്ച്. ആ ജീവിതം വളരെ അനുഗ്രഹമായി മാറണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ച് ഈ ലോകത്ത് വേർപ്പെടുമ്പോൾ നമ്മുടെ ഈ ലോക യഥാർത്ഥ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന റോമാക്കാർ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഉറക്കെ വായിച്ച എല്ലാവരും ലിപിലുണ്ട്. റോമ 8:12 പഠിപ്പിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. ദൈവമക്കളെ, ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനു മുമ്പ് നമ്മൾ നേരിടേണ്ടതാണ് വിധി. അല്ലെങ്കിൽ വിധി എന്ന വാക്കാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. തിരുസഭയിനിവിടെ തന്നതിനായ വിധി. അതെങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം. ഈ തനതിന്യായ വിധി എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമ്മുടെ സ്വർഗീയ അപ്പൻ, ബൈബിളിലൂടെയല്ലേ നമ്മുടെ അപ്പൻ നമ്മളോട് സംസാരിക്കുക. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യത്തിൽ നാം ഈ പറയണ ഞാനും കേൾക്കണം നിങ്ങളും നമ്മളിൽ നിന്ന് വേർപ്പെട്ടപ്പോൾ എല്ലാവരും നേരിട്ടത് നാം നേരിടേണ്ടത് എങ്ങനെയായിരിക്കുന്ന കർത്താവ് നമ്മുടെ അപ്പം പറഞ്ഞു തരുന്നുണ്ട്. 1 മില്ലിഗ്രാം പോലും മായം ചേർക്കാതാണ് ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും നമ്മുടെ അപ്പം പറയുന്നെങ്കിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 13-ഉം 14-ഉം വാക്യത്തിലാണ്. ഉറക്കെ വായിച്ചതിനോട് ചേർന്ന് അവിടെ അതായത് ഈ ലോക ജീവിതത്തിന്റെ കൺക്ലൂഷൻ ആകുത്തുക, അല്ല കൺക്ലൂഷൻ എന്ന അവസാനം. അതാണ് ഉടനെ ഇതാണ് എല്ലാം നാം കേട്ട് കഴിഞ്ഞ് തന്നെ ദൈവമായി ഉറക്കെ വായിക്കുന്നതിനോട് ചേർന്ന്
ദൈവമുള്ളവനായിരിക്കും, അവിടുത്തെ കൽപ്പന പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം ഇത് തന്നെ. എന്തിനത്ര ഗൗരവമായിട്ട് അപ്പനത് പറഞ്ഞു തരണേ? താഴേക്ക് 14-ാം വാക്യത്തിൽ അതിന്റെ കാരണം എഴുതി വെച്ചിട്ടുണ്ട്. 14-ാം വാക്യം വായിച്ചേൻ. എന്തുകൊണ്ട് ഉറക്കെ വായിക്കുക എല്ലാവരും. മനുഷ്യന്റെ മുഴുവൻ നല്ലതോ ചീത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൽ കൊണ്ടുവരും. നമ്മുടെ എല്ലാ ചെയ്തികളും ഇന്ന് ഈ കർത്താവിന്റെ ആലയത്തിൽ വന്ന് കർത്താവിന്റെ വചനം കേട്ട് ഹൃദയം കർത്താവിലേക്ക് വെച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവിടെ വരും. കർത്താവിന്റെ വചനം മായം ചേർക്കാതെ പറഞ്ഞു വരുന്ന എൻ്റെ പ്രവൃത്തിയും വരും. ഞാൻ ഒരു കർഷകനാണ്, ഒരുപാട് കൃഷിഭൂമിയുള്ള ഒരു കർഷകനാണ്. അവിടെ പണിക്കാർ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനിവിടെ വന്നിരിക്കണേ. ഞാൻ കർഷകരുടെ കൂടെ പണിക്കാരുടെ കൂടെ പണി ചെയ്താൽ കുറച്ചുകൂടി കൂടുതൽ വരുമാനം ഉണ്ടാവും. പക്ഷേ അതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണം. ഇത് മാത്രമേ എനിക്ക് കൊണ്ടുപോകാനുള്ളൂ. നിങ്ങളുടെയൊക്കെ അത് തന്നെ ദൈവമക്കളെ. അവിടെയാണ് പറയാ, എന്നോട് ചേർന്ന് വായിച്ചേൻ. നല്ലതോ ചീത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം അതാണ് തന്നത് ന്യായവിധി. എന്തിനാണ് നമ്മുടെ എല്ലാ ചെയ്തികളും അവിടെ വരുന്നത്? അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന രംഗമാണ്. ചെറുവനായ ഞാനല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരാണ്. കൊരിന്ത്യരോസായുടെ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 5-10 വാക്യം ഇങ്ങനെയാണ് പറയാ. ഉറക്കെ വായിച്ചേൻ. എന്തുകൊണ്ടെന്നാൽ നാം ഓരോരുത്തരും ശാരീരിക ഈ ലോകം ഉണ്ടോ, നാം ശാരീരിക ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ എല്ലാവരും ഈ പറയണ എനിക്ക് ഒഴികഴിവില്ല. അച്ഛനായാലും കന്യാസിയായാലും മാർപ്പാപ്പ ഒരാൾക്ക് ഒഴികഴിവില്ല. എല്ലാവരും ഞാൻ നിങ്ങൾ ഒരാളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ എനിക്കും ബാധകമാണ് ദൈവമക്കളെ. 2 കൊരിന്ത്യർ 5:10 ഉറക്കെ വായിച്ചൻ. എന്തുകൊണ്ടെന്നാൽ നാം ഓരോരുത്തരും ശാരീരികതയിൽ ഈ ലോകത്തിൽ ചെയ്തിരിക്കുന്ന നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ അതാണ് നമ്മുടെ യഥാർത്ഥ. അതിനുശേഷമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുക. ഈ ബോധ്യം ഉണ്ടാവണം. നമ്മൾ പരദേശികൾ കൂടാരവാസികളുമാണ്. അതുകൊണ്ട് ആത്മീയമായി കുറച്ച് അടുത്തു എന്ന് കരുതുന്ന നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? പരിശുദ്ധാന്റെ ഹൃദയവികാരം ബൈബിളിലൂടെ നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നെന്ന് കരുതുന്നവരാണ് നമ്മൾ മിക്കവരൊക്കെ. നമ്മളെക്കുറിച്ച് ഒരു വലിയ സങ്കടം പരിശുദ്ധാത്മാവിനുണ്ട്. അതാണ് ലീഫിലില്ല, സൈഡിൽ എഴുതി വെച്ചോ. 1 കൊരിന്ത്യർ 15:19 വാക്യമാണ് പരിശുദ്ധാത്മാവിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സങ്കടം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 1 കൊരിന്ത്യർ 15:19 വാക്യം. അവിടെ പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിന് വേദന പറയാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരത്രേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും പിന്നെ മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ നിങ്ങളെ ആത്മീയശാനം കൂടുന്നതിന്റെ പിന്നില് ഭൗതികമായ നേട്ടം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ കഷ്ടം എത്രയോ പരിതാപകരം. നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണെന്നാണ് കൊരിന്ത്യരോസായുടെ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിന്റെ വേദന, നമ്മളെ കുറിച്ചുള്ള വേദന പറഞ്ഞു തരുന്നത്. ദൈവമക്കളെ, ഇവിടെ നമ്മൾ പരദേശികളാണ്. അതുകൊണ്ടാണ് റോമാക്കാരിൽ 2-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. ഈ തനതിനാവി എത്രമാത്രം ഭയാനകമാണെന്ന് പറഞ്ഞു തരുന്ന രംഗമുണ്ട്. ഈ ഞാനും നിങ്ങളും നമ്മളിൽ നിന്ന് വേർപ്പെട്ട പോയവരൊക്കെ നേരിട്ടതും നാം നേരിടേണ്ടതുമായ തനതി ന്യായവിധി. റോമാക്കാരിൽ 2-ാം അധ്യായം 6-ാം വാക്യം ഉറക്കെ വായിച്ച എല്ലാവരും വളരെ ഉറക്കെ വായിക്കുക. അവിടെ ഇങ്ങനെയാണ് പറയാ. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം തരും. നിന്റെ മകൻ കന്യാസ്ത്രീയാണ്, അല്ലെ മകൾ കന്യാസ്ത്രീയാണ്, മകൻ അച്ഛനാണെന്ന് വെക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നിനക്ക് ഉപകരിക്കും. ഈ ലോകത്തിൽ തനത് ന്യായവിധി കഴിഞ്ഞ് നീ സ്തുതി അനുസരിച്ചാണ്, അപ്പോൾ അവരുടെ പ്രാർത്ഥന നിനക്ക് ഉപകരിക്കും. പക്ഷേ ഈ തനത് ന്യായവിധി സമയത്ത് ഇവരുടെ ആരുടെയും പ്രാർത്ഥന നിനക്ക് ഉപകരിക്കല്ലെന്ന് കർത്താവിന്റെ വചനം നമ്മളെ അസന്നിധമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ശവടപ്പില് അവസാനം നമ്മൾ പാടുന്നൊരു പ്രാർത്ഥനയുടെ ഓർമ്മ വരും നിങ്ങൾക്ക് എല്ലാവർക്കും. കൂടെ പോരുന്നതിന്റെ ജീവിത. ഇതൊക്കെ ഈ ബൈബിളിൽ നിന്ന് വന്ന വാക്കുകളാണ്. സഭാതിയിൽ നിന്ന് ബൈബിളിൽ നിന്ന് അതൊക്കെ പറഞ്ഞു തരണേ. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം ഉറക്കെ വായിച്ചാൽ വെളിപാട് ഇത്രയുണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ ഉറക്കെ വായിക്കാൻ എന്നോട് ചേർന്ന്, ഇതാ ഞാൻ വേഗം വരുന്ന എന്റെ സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം തരാനാണ് ഞാൻ. സ്വന്തം ധാരാളം നന്മകൾ ചെയ്ത മക്കളെ, ഈ ലോകത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നന്മയാണ് ഇതുപോലെയെല്ലാം വെള്ളിയാഴ്ചകൾ ഏകദിനുണ്ടല്ലോ, പറ്റാവുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക. ഇതുപോലെ നമ്മുടെ എല്ലാ മാസത്തിൽ 2 ധ്യാനം ഉണ്ടല്ലോ. ധ്യാനത്തിൽ നിങ്ങളുടെ ദശാംശത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള, ബാക്കി ഇവിടെ എല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും. അത് മനസ്സിലാക്കിയപ്പോഴാണ് ബൈബിളുമായിട്ട് ഞാൻ ഇറങ്ങി അല്ലാതെ ലോകത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല.
ഒരുപാട് പൈസ സുവിശേഷ വേലയ്ക്ക് അങ്ങോട്ട് ചെലവ്. ഇതുകൊണ്ട് ഞാനൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നവനാണ് ദൈവമക്കളെ. കാരണം ഇന്ന് എൻ്റെ കർത്താവ് എൻ്റെ ആത്മാവിനെ തിരികെ വിളിച്ചാൽ എനിക്ക് കൊണ്ടുപോകാൻ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും. ഈ തന്നെ നിങ്ങളുടെ ഈ കഥ എന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇതാ അവിടെ പറയാണ്. വെളിപാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം തരാനാണ് ഞാൻ. ആ ന്യായവിധി എത്ര ഭയാനകമായിരിക്കുന്ന പറയുന്ന രംഗമാണ് ദൈവമക്കളെ. വളരെ വ്യക്തമായി ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഉറക്കെ വായിച്ചേ. അവിടെ ഇങ്ങനെയാണ് പഠിക്കുക. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ ജനത രൂപം പ്രാപിച്ചവരിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത കഷ്ടതകൾ, ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയും ഇംഗ്ലീഷില്, മഹാപീഡ, അതിന്റെ ആരംഭത്തിൽ അപ്പൊ നമ്മൾ നിൽക്കണേ. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷ പ്രാപിക്കും. ജീവന്റെ ഗ്രന്ഥമാണ്. മാമോദീസയിലൂടെ നമ്മൾ അറിയാതെയോ നമ്മുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യക്തമായി ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, രക്ഷയുടെ സദ്വാർത്തയായി സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുന്ന നിങ്ങളും വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. ദൈവമക്കളെ, മാമോദീസ നമ്മളെല്ലാവരുടെയും പേരുകൾ ജീവന്റെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ എഴുതപ്പെട്ട നമ്മളെ കുറിച്ച് പറയാണ്. എന്നാൽ ഗ്രന്ഥത്തിലുള്ള പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിൽ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. നമ്മൾ വേർപെട്ടവരെ കുറിച്ചിട്ടാണ് പറയണേ. അവിടെ ശരീരം ആത്മാവ് ജീവനുമാണ്. തനത് ന്യായവിധി വരുള്ളൂ, ശരീരം ഇവിടെ കിടക്കും. അത് അന്ത്യ ന്യായവിധിയിലാണ് ഉണരുക എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞു തരണേ. ഭൂമിയിൽ പൊടിയിലാണ് ഉറങ്ങുന്ന അനേകർ ഉണരും. അടുത്ത് വളരെ ഗൗരവമുള്ളതാണ്, എന്നോട് ചേർന്ന് വായിച്ചേൻ. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായും. വല്ലതും മനസ്സിലായി നിങ്ങൾക്ക്? അതിഭയങ്കരമായ പൊരുളാണ് പരിശുദ്ധാത്മാവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികങ്ങളാണ്. ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഈ ലോകത്തിന് ശേഷമുള്ള നിത്യമാണ്. ഒരിക്കൽ നിങ്ങൾ നരകമാണെങ്കിൽ കോടാനുകോടിയും ഞാൻ പറഞ്ഞ അപൂർണമാണ്. അണ്ണൻ്റെ എവർ ലാസ്റ്റിംഗ്, നിങ്ങൾ നരകത്തിൽ തന്നെ, പിന്നെ കര കയറില്ല. സ്വർഗമാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പൊ ഏത് ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ ജീവിതത്തിലാണോ, ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിലാണോ ആത്മശോധന നടത്തണം നമ്മളിന്ന്? അതാണ് ക്ലാസ്സിന്റെ ഉദ്ദേശം. ഓരോരുത്തർ ആത്മശോധന നടത്തണം. ഇവിടെ നമ്മളെ പരദേശികളും കൂടെ ആരവാസികളാണ് ദൈവമക്കളെ. പറയാൻ ചെറിയവനായി എനിക്ക് യോഗ്യതയുണ്ട്, ഞാൻ നിത്യജീവനെ മുന്നിൽ കണ്ട് ജീവിക്കുന്നവനാണ്. അതവിടെ പറയണേ. ഈ വളരെ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനന്ദിക്കുമായി ഉണരും. ഇനി ആരാണ് നിത്യജീവന്റെ ഉണരുക? അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയാണ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പാലിക്കലാണ്. അടുത്ത വാക്ക് എന്താണ്? അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും അനേകർ. നീതി എന്ന് പറഞ്ഞാൽ ഈശോയുടെ പര്യായ വാക്കാണ്. വഴി, സത്യം, ജീവൻ, വിശ്വസ്തൻ, മാനുവേൽ, വചനം തന്നെ ഈശോയുടെ പര്യായ വാക്കാണ്. മറ്റുള്ളവർ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയാണ്, അവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കാനിടയാകും. അത് നമുക്കുണ്ടാവണം. ദൈവമക്കൾ ആ ഒരു ബോധ്യത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് പറയുന്നത്. കാരണം യേശു നമുക്ക് എത്രമാത്രം അമൂല്യമാണെന്ന് പരിശുദ്ധാത്മ പറഞ്ഞ രംഗമാണ്. കൊരിന്ത്യൻകാരുടെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 11 തൊട്ട് താഴേക്കുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1:11 എങ്ങനെയാണ് പറയുക? യേശുവിലൂടെ രക്ഷ എത്രമാത്രം അമൂല്യമാണെന്ന് പറയുന്ന രംഗമാണ്. എല്ലാവരും എന്നോട് ചേർന്ന് വായിച്ചേൻ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവല്ലോ. മാനകുല രക്ഷയ്ക്ക് വേണ്ടി ഏക അടിസ്ഥാനമാണ് യേശു ക്രിസ്തു. യേശുവിലൂടെ അല്ലാതെ ആർക്കും രക്ഷയില്ല എന്ന സത്യം വളരെ വ്യക്തമായി സ്പഷ്ടമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നാളെ 2 ദിവസം ഒക്കെ മാർപ്പാപ്പ സഹരക്ഷ ആണെന്നുള്ള കാര്യത്തിൽ അമിത പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം അനുസരിച്ച് യേശുവാണ് ഏക രക്ഷകൻ. അതിനോട് കൂടുതൽ പാടില്ല ദൈവമക്കളെ. എന്നാൽ പെന്തക്കോസ്തുകാര് നമ്മളൊക്കെ ഒരുപാട് മാതാവിനെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല. ഈ പ്രപഞ്ചത്തിൽ 42 വർഷം വിശേഷ വേല ചെയ്തവനാണ് ഞാൻ. വചനത്തിന് ആസ്പദമാക്കി പറയാണ്, ദൈവാനുഗ്രഹം കിട്ടാൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അല്ലെ, നന്മ നിറഞ്ഞ പ്രാർത്ഥന. ഒരു കാരണവശാലും മുടക്കല്ലേ. അതിലൊരു ഒരു കാര്യത്തിൽ മാത്രം ഒരു അഡീഷണൽ ആയിട്ട് ഒരു മാറ്റം വരത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് മാതാവിന് വേണ്ടാന്നോ ജപമാല വേണ്ടാന്നോ പറഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളിൽ ഒരുപാട് വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. നിഷ്കളങ്കരായ ഒരുപാട് കത്തോലിക്ക സഹോദരങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പരിശുദ്ധാത്മ പറയാണ്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് പുറമെ മറ്റൊന്ന് പണിയാൻ ആർക്കും. ഈ ഒരു പോയിന്റാണ് മാർപ്പാപ്പ എടുത്തത്. അവർക്ക് പറഞ്ഞ ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഈ അടിസ്ഥാനത്തിന്മേൽ എന്നോട് ചേർന്ന് വായിക്കേ. ആരെങ്കിലും സ്വർണമോ വെള്ളിയോ
രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോൽ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെ പണി. നമ്മുടെ ആത്മീയതെല്ലാം വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. അതിനാണ് തിരിച്ച പറയുന്നത് തന്നെ ന്യായവിധി എന്ന്. അത് നമ്മുടെ കർത്താവ് പറയുന്ന വിധി എന്ന് പറയുന്നത്. ഇനി കർത്താവ് പറയാണ്, വായിച്ചതിനോട് ചേർന്നവന് ഓരോരുത്തരുടെ പണിയും പരസ്യമാകും. അടുത്തെന്താണ്? കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. കർത്താവിന്റെ ദിനത്തിൽ അത്. അടുത്തത് വളരെ പ്രധാന 6 സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിക്കുന്ന പാരഗ്രാഫിലെ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി പറയാൻ പോണത്. കർത്താവിന്റെ ഓരോരുത്തരുടെ പണി ഏത് തരത്തിലുള്ള അഗ്നി തെളിയിക്കുകയും ചെയ്യും. 5ാമത് അതിനേക്കാൾ ഗൗരവമാണ്. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാവുന്ന അവന് നഷ്ടം സഹിക്കേണ്ടി വരും. ദൈവമക്കളെ, വലിയൊരു പൊരുൾ പരിശുദ്ധാത്മ പറഞ്ഞു തന്നു. പണതുകൊണ്ട് ആർക്ക് സമ്മാനം കിട്ടണമെന്നില്ല. ദൈവമക്കളെ, നിലന്നെങ്കിലേ സമ്മാനം കിട്ടുള്ളൂ. നമ്മൾ പഠിച്ച പാതി പിന്നാക്കം പോവാണ്, തിരിച്ചു തന്നെ പോവാണ്. അവിടെ നമ്മുടെ പരിശുദ്ധാത്മ പറഞ്ഞു 6 തരത്തിൽ പണിയാന്ന് പറഞ്ഞു. ഏത് 6 തരം? സ്വർണം, വെള്ളി, രക്തം, തടി, പുല്ല്, വൈക്കോല്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലീവ്ലെറ്റിലുണ്ട്. 2ാമത് വേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അഗ്നിയാൽ അത് പരിശോധിക്കപ്പെടും. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, നിലനിന്നാലേ സമ്മാനം കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാം. സെൽഫ് ഇവാലുവേഷൻ. നമ്മുടെ ആത്മീയം എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ വിലയിരുത്താം. നമ്മുടെ ആത്മീയം നമ്മൾ പുല്ല് പോലെയാണ്, അല്ലെങ്കിൽ തടി പോലെയാണ്, വൈക്കോല് പോലെ. ഇത് 3 ഒരു കാറ്റഗറിയാക്കി മാറ്റാം. പുല്ല്, തടി, വൈക്കോല്. നമ്മുടെ ഈ ആത്മീയ പുല്ല് പോലെ പണിതെങ്കിൽ പുല്ലിന് അഗ്നി നേടാൻ പറ്റുമോ? ഇല്ല. നിലനിൽക്കുമോ? ഇല്ല. സമ്മാനം കിട്ടുമോ? തനത് ആ രീതിയിൽ എല്ലാം അവിടെ വരും. നമ്മൾ മുകളിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ പണിയണം? ചുരുങ്ങിയത് വെള്ളി പോലെ എങ്ങനെ പണിയണം? വെള്ളി ഉരുക്കാൻ പറ്റില്ല, അതാക്കാൻ പറ്റില്ല. സ്വർണ്ണാണ് കുറേ കൂടി സോളിഡായി. രക്തമാണ് ഉരുക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പണിയേണ്ടത്? രക്തത്തെ പോലെ. അപ്പൊ അടുത്ത ചിന്ത വരികയാണ്, എന്താണ് രക്തത്തെ പോലെ ആത്മീയത പണിയാ? പുല്ല്, തടി, വൈക്കോല് 3 ഒരുമിച്ചാണ് ഞാൻ പറയണേ. ഇത് എങ്ങനെയാണ് പുല്ല് പോലെ പണിയുക? ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്താ? വളരെ ലളിതം, വളരെ ലളിതം. ഇത്രയേ ഉള്ളൂ. മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം ആത്മീയത കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മീയത രക്തത്തെ പോലെ കരുതുന്നു. അങ്ങനെ കരുതുന്നു. മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്ന് ടി വിയിൽ നല്ല പ്രോഗ്രാം ഒന്നും ഇല്ല. അന്ന് കുടുംബനാഥത്തിൽ എല്ലാടി ഇന്ന് നല്ല കാലാവസ്ഥ, എന്നാൽ പള്ളി പോവാം. ഭയങ്കര മഴ, എന്നാൽ പള്ളി പോണ്ട. 50 ദിവസം നോയമ്പെടുത്തു. ഈസ്റ്ററിലെ വരെ കള്ളുപിടിച്ചു. നമ്മൾ അതൊക്കെ പുല്ല് പോലെയാണ് കരുതണേ. പുല്ല് പോലെയാണ് നമ്മൾ ആത്മീയാനുഷ്ഠാനം കരുതെങ്കിൽ ജീവിക്കുന്ന കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ തനത് ന്യായവിധി സമയത്ത് ഈ പറയണ ഞാനും കേൾക്കണം, നിങ്ങളും നേരിടേണ്ട ആ തനത് ന്യായവിധി സമയത്ത് അവിടെ നിലനിൽക്കാനൊന്നും ഉണ്ടായിരിക്കില്ല. നിലനിന്നാൽ മാത്രമേ സമ്മാനം കിട്ടുള്ളൂ. നമ്മുടെ അവിടെ ന്യായവിധിയിൽ ഈ ലോകത്ത് ചെയ്തതെല്ലാം നമ്മളൊരു ചടങ്ങ് ക്രിസ്തീയ ജീവിതമാണ് നയിച്ചെങ്കിൽ, നിലനിൽക്കുന്ന ജീവിതം നയിച്ചില്ല എങ്കിൽ, ഇനി കർത്താവിന്റെ ആത്മീയ ഭാഷ പറഞ്ഞാൽ രക്തത്തെ പോലെ ആത്മീയത കരുതിയില്ലെങ്കിൽ ആ ന്യായവിധി സമയത്ത് ഒന്നും നമുക്ക് മിച്ചമുണ്ടാകില്ല. പിന്നെ നമുക്ക് നേരിടേണ്ട എന്തായിരിക്കും? അവസാനം ഒരു വാചകൂടയിൽ വാക്കിണ്ടല്ലോ, എങ്കിലും ഉറക്കെ വായിച്ച ആ പാരഗ്രാഫിലെ അവസാന വാചകം, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം. അപ്പൊ പിന്നെ നമ്മൾ എന്താ നേരിടേണ്ടി വരിക? ശുദ്ധീകരണ സ്ഥലം. പറഞ്ഞെല്ലാവരും നിങ്ങൾ വിചാരിക്കുന്ന ലാഘുപതിയോട് എടുക്കരുത്. പത്രികയോടെ എടുത്ത് അദ്ദേഹത്തിനൊരു ശിഷ്യൻ ചോദിച്ചു, പിതാവേ, സഭയിൽ അറിയപ്പെടുന്ന ഏറ്റവും അത്യുന്നത വിശുദ്ധന്മാരിൽ ഒരാണ് വിശുദ്ധ പത്രികയും, അതുപോലെ സുധിയാനാത്മാക്കളെ കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തി കിട്ടിയ ഒരു സിസ്റ്ററാണ്, ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ജത്രൂട്ട്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സെന്റ് അഗസ്റ്റിൻ, ഇവരൊക്കെ സഭയുടെ ഉയർന്ന സ്കോളേഴ്സാണ്. ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ലോകത്തിൽ സെന്റ് അഗസ്റ്റിൻ അഭിപ്രായം പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു 80 വർഷം ജീവിച്ച ഒരു വ്യക്തി ഒരു നാവിന് വിവരിക്കാൻ അതികഠിനമായ പീഡനങ്ങളും സഹനങ്ങളും ദുഃഖങ്ങളാണ്, വേദനകളും തകർച്ചകളാണ് അനുഭവിച്ച. അതിനേക്കാൾ ഭയാനകമായിരിക്കും ഒരു ദിവസമെങ്കിലും എവിടെ കിടക്കൽ ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് സെന്റ് അഗസ്റ്റിൻ. പാത്രികയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറയുന്നത്, നമ്മള് എന്താ പറയാ, ഇവിടെ ഒരു വലിയ അവിടുത്തെ അഗ്നിയുടെ തീ കാഠിന്യത്തെ കുറിച്ച് പറയാണ്. ശുദ്ധീകരണത്തിൽ നിന്ന് ഒരാളെ ഭൂമിയിലേക്ക് വിടാണ്. അദ്ദേഹം വീഴുന്നത് ചിന്തിക്കാൻ പറ്റാത്ത വലിയ അഗ്നികുണ്ഡത്തിലേക്കാണെന്ന് വയ്ക്കുക. ആ അഗ്നികുണ്ഡത്തിലെ ചൂട് അദ്ദേഹത്തിന് തണുത്ത ജലമായിട്ട് തോന്നുന്നുള്ളൂ. എന്തായിട്ട് തോന്നുള്ളൂ? അത്രമാത്രം അന്തരമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡനങ്ങളും ഈ ലോകത്തിലെ വേദനകളും നമ്മളെ ദുരന്തം ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മുടെ പാരഗ്രാഫിന്റെ അവസാനം പറയാണ്, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം നമ്മൾ രക്ഷപ്പെടും. ദൈവമക്കൾ, അതുകൊണ്ട് പറ്റാവുന്നത്ര നന്മ ചെയ്യുക. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണ് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. അടുത്ത ആഴ്ചകളിലൊക്കെ അതായിരിക്കട്ടെ. കാരണം യാക്കോബ് ശ്ലീഹായുടെ പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നുണ്ട്,
ലീവിലില്ല. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയാ, നിങ്ങളിൽ ഒരാൾ സത്യത്തിന് വ്യതിചലിക്കുകയും വേറൊരാൾ അയാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യുന്നവൻ അവന്റെ നിരവധിയായ പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കുകയും അവന്റെ ജീവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. വല്ല മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ ഒരാളെ അടുത്ത ആഴ്ചയിൽ ഒരാളെ കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഒരു 5 ദിവസം ധ്യാനത്തിന് കിട്ടാവുന്ന എല്ലാ ആത്മീയഷ്ടാനും കുത്തി നിറച്ചൊരു ആത്മീയ ധ്യാന കേന്ദ്രമാണ് നമ്മുടെ ഏകദിനം ഇവിടെ നടക്കുന്നത്. കൗൺസിൽ വേണ്ട ഒരു കൗൺസിലിംഗ്, കുംസാരമാണ് കുംസാരം, കോടാനുകോടി വിലമതിക്കാത്ത വിശ്വകുർബാന, വിവിധ തരത്തിലുള്ള വിടുതൽ പ്രാർത്ഥനകൾ, ഉടമ്പടി പ്രാർത്ഥനകൾ, ദൈവമക്കളെ ചിന്തിക്കാൻ പറ്റാത്ത എല്ലാ ആത്മീയഷ്ടാനും ഒറ്റ ദിവസമുണ്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന ആത്മീയ കേന്ദ്രമായിട്ടാണ് അത്. ഞാൻ ഒരുപാട് 42 വർഷമായി ഇന്ത്യയിലല്ല ലോകത്തിലുള്ള ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ഒരു മാസം മുഴുവൻ വിദേശങ്ങളിലായിരുന്നു കറങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ മറ്റെവിടേക്കാൾ എല്ലാ മേഖലകളിലും വിശുക്കനും ശരീരത്തിന് ആവശ്യം ഭക്ഷണം, ഏതെല്ലാം സുഖമായിട്ടിരിക്കാനുള്ള ഏതെല്ലാം തരത്തിൽ ഒരു 5 ദിവസം ധ്യാനത്തിൽ കിട്ടാവുന്ന എല്ലാ അനുഷ്ഠാനം കിട്ടുന്ന അതാണ്. നിങ്ങൾ ഒരാളെ നിർബന്ധിച്ച് ഒരാളെ കൊണ്ടുവന്ന് നോക്കുക. ഇവിടുത്തെ കുംസാരത്തിലൂടെയോ കൗൺസിലൂടെയോ വിടുതൽ പ്രാർത്ഥനയിലൂടെയോ ഏതിലൂടെ അയാളുടെ ആത്മാവ് കർത്താവിലേക്ക് അടുത്തു നിൽക്കുക. നീയും നിന്റെ തലമുറയും ഈ ലോകത്തിലും പരലോകത്തിലും തന്നെ ന്യായവിധി സമയത്ത് അത് മാത്രം നിനക്കുണ്ടാകുള്ളൂ. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ബൈബിളുമായി ഇറങ്ങി തിരിച്ചത്, അല്ലാതെ ലോകത്തിലൊരു നേട്ടത്തിന് വേണ്ടിയല്ല. ഇതന്നെ നിങ്ങളുടെ കഥ. ഇനിയുള്ള ജീവിതം അതായിരിക്കണം. ഇനി നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിലോ നാം നേരിടേണ്ട ഭയാനകമായ ന്യായവിധിയിൽ അത് എത്രയും തിക്തമായിരിക്കുമെന്നാണ് നമ്മുടെ അപ്പം പറഞ്ഞിരുന്നത്. ദൈവമക്കളെ, നിയമം വളരെ വ്യക്തമായി പുറപ്പാടിന്റെ ദിവസം 23-ാം 32-ാം വാക്യം, സംഖ്യാപുസ്തകം 32:21 വായിച്ച ലീവിലുണ്ടല്ലോ. സംഖ്യ 32:21, നാം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനിച്ചില്ലെങ്കിൽ, നമ്മുടെ ആരോഗ്യം, പണം, കഴിവുകൾ എല്ലാം ഉപയോഗിച്ചില്ലെങ്കിൽ നാം നേരിടേണ്ടത് ഭയാനകമായിരിക്കും. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ സംഖ്യ 32:21 ഇങ്ങനെ പറയുന്നു, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുന്നു. നിങ്ങളുടെ പാപം തനത് ന്യായവിധി ചോദിക്കും. നിന്റെ ജീവിത പങ്കാളി എവിടെ, നിന്റെ മക്കളെവിടെ, മരുമക്കളെവിടെ, അയൽവക്കക്കാരെവിടെ എന്നൊക്കെ ചോദിക്കും. അവിടെ ഭയാനകമായ ഒരവസ്ഥ നമുക്കുണ്ടാകും. ആ ന്യായവിധി എങ്ങനെയായിരിക്കുന്നത് നമ്മുടെ അപ്പം പറഞ്ഞിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 4-20 വാക്യത്തിലാണ്. ജ്ഞാനം 4:20 വായിച്ചാൽ, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ പയ്യരുന്ന അർത്ഥം മനസ്സിലായോ? നാടൻ ഭാഷ മുട്ട് പറയ്ക്കും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. നമ്മുടെ ഓരോ പാപങ്ങളും അവരെ മുഖത്ത് നോക്കി അവിടെ കുറ്റപ്പെടുത്താനിട ദൈവമക്കളെ എല്ലാം അവിടെ കുറ്റപ്പെടുത്താനിടയാകും. നമ്മുടെ ഓരോ പാപങ്ങളും നമ്മൾ ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഒരു പാപം ചെയ്തെന്ന് നിൽക്കുക. നമ്മൾ വാതിലെ കുട്ടിയടച്ചിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, ജനല കുട്ടിയടച്ചിട്ടുണ്ട്, ഭാര്യ കണ്ടില്ല, ഭർത്താവ് കണ്ടില്ല, മാതാപിതാക്കൾ ആരും കാണാതെ ഒരു പാപം ചെയ്തു. ഈ തനത് ന്യായവിധി സമയത്ത് നമ്മുടെ പാപത്തിന്റെ സാക്ഷി പറയാൻ ആരെ വരികയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹബൂഖ് എന്നൊരു പുസ്തകം ബൈബിളുണ്ട്. ഹബൂഖിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം ഉറക്കെ വായിച്ചാൽ, ലീവിലുണ്ട് എല്ലാവരും ഉറക്കെ വായിച്ചാൽ, ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരിൻ തുല മറുപടി പറയും. ആ ബെഡ്റൂമിന്റെ ചുമര് നീ കാണിച്ചു ഉദാസീനത ഓരോ പാപത്തിന്റെ കണക്ക് പറയുമെന്നാണ്. ചെറിയവനായ ഞാനല്ലല്ലോ, വലിയവനായ നമ്മുടെ സൊറിയപ്പൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലീവിലുണ്ട് എല്ലാവരും ഉറക്കെ വായിച്ചോ. അതുകൊണ്ടാണ് ദൈവമക്കളെ വളരെ വ്യക്തമായി, നിങ്ങൾ വിവാഹത്തിനും ഒരു കല്യാണ പ്രേമൊക്കെയായി അതിലൊരു ഗർഭിണിയായി ആരറിയാണ്ട് അബോർഷൻ ചെയ്തു. വിശുദ്ധനായ ഭർത്താവ് വിശുദ്ധയായ ഭാര്യയായിട്ട് ജീവിക്കുക. ഭാര്യയ്ക്കാണ് നിന്നെ ഭയങ്കര വിശ്വാസം, ഭർത്താവിനാണ് നിന്നെ അതിഭയങ്കരമായ വിശ്വാസം, വളരെ വിശുദ്ധൻ. ഈ തന്നെ ന്യായവിധി സമയത്ത് നിന്റെ പാപത്തിന്റെ സാക്ഷി പറയാൻ ആര് വരാന്നറിയാം നിങ്ങൾക്ക്? ഇതൊക്കെ ബൈബിൾ നമ്മുടെ അപ്പം പറഞ്ഞുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 4-6 വാക്യം വായിച്ചു നോക്ക്. ജ്ഞാനം 4:6 ഇങ്ങനെ പഠിപ്പിക്കുന്നു. അവിടെ കർത്താവ് വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കന്മാരുടെ തിന്മയുടെ, നിന്റെ ഇല്ലീഗൽ ചൈൽഡായിരുന്നു നിന്റെ പാപത്തിന്റെ സാക്ഷി പറയാം. അത്രയും ഭയാനകമാണ് നാം നേരിടുന്ന. അതുകൊണ്ട് ഒരുങ്ങി ജീവിക്കതേ മക്കളെ. അവിടെ പോയിട്ട് ഇത്രയും ഭയാനം, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ആരും പറഞ്ഞു തന്നില്ലല്ലോ, അവിടെ പോയി രക്ഷപ്പെടാൻ ആരെയും ആമോഹിക്കണ്ട എന്നാണ് കർത്താവ് പറയണേ. ലേവിയുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം നിങ്ങൾ വായിച്ചേ. അവിടെ പറയാണ് കർത്താവ് ഉറക്കെ വായിക്കുന്നോട് വിലക്കിയിട്ടുള്ളവർ ഏതെങ്കിലും ഒരു പാപം ആരെങ്കിലും ചെയ്ത് അത് കർത്താവിനെതിരെ പാപം ചെയ്താൽ അവൻ തന്റെ തെറ്റിന് അവിടെ പോയിട്ട് ആർക്കും നീതീകരിക്കാൻ പറ്റില്ല എന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പഠിപ്പിക്കണേ. ജ്ഞാനം 13:8 ഉറക്കെ വായിച്ചെല്ലാം അവിടെ ഞാൻ പറഞ്ഞ ഭാഷ അവിടെ ഉണ്ട്. എങ്കിലും
അവർക്ക് ന്യായീകരണമില്ല. ഒരാൾക്ക് അവിടെ പോയി ന്യായീകരിക്കാൻ അതിന്റെ റീസൺ പറയുന്നതാണ്, ലോകത്തെ ആരാഞ്ഞിത്ര അറിയാൻ സാധിച്ചെങ്കിൽ ഇവിടെ ഉടയവനായ ദൈവത്തെ കണ്ടെത്താൻ വയ്യത്. ജ്ഞാനം 13 ലോകകാര്യമൊന്നും അറിയാൻ പറ്റില്ല നമുക്ക്. അവിടെ കർണാടകയിൽ നേഴ്സിംഗ് കോളേജിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ മോൾ അവിടെ വിട്ട് നേഴ്സാക്കി UK വിട്ട് കാശ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചില്ലേ? UK പറഞ്ഞോ നിങ്ങളുടെ മോളെ വിട്ട് ഞങ്ങൾ 4 ലക്ഷം ശമ്പളം കൊടുത്തോളാം. എങ്ങനെ കിട്ടി? പരിശ്രമിച്ചു. അവിടെ ബ്രസീലുണ്ടായിരുന്ന റബ്ബർ ഇവിടെ കൊണ്ട് നട്ട് അതിൻ്റെ തൊലി കുത്തിപ്പൊടിച്ച് പാലെടുത്ത് ഷീറ്റ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ നമ്മൾ? ബ്രസീൽ ഇതൊക്കെ അശ്വാസം തൊട്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ. ഒരു അത്യാവശ്യം വയസ്സുള്ള ആളാണ്. അതൊക്കെ അവർ പറഞ്ഞോ റബ്ബർ തൊട്ടേ കശുമാവ് വെട്ടികൾ റബ്ബർ ഇവിടെ നല്ല വരുമാനമാണ് പറഞ്ഞോ? എങ്ങനെ പറ്റി? പരിശ്രമം എന്തുകൊണ്ടത് പറ്റിയില്ല? അതാണ് കർത്താവ് ചോദിക്കണേ. എങ്കിൽ അവർക്ക് ന്യായീകരണമില്ല. ജ്ഞാനം 13 ലോകത്തെ ആരാഞ്ഞിത്ര അറിയാൻ സാധിച്ചെങ്കിൽ ഇവയുടെ എല്ലാം ഉടയവനായ കർത്താവിനെ കണ്ടെത്താൻ വയ്യത് എന്തുകൊണ്ട്? ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വലിയ വേദനയോടെ കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-27 വാക്യം ഉറക്കെ വായിച്ചാൽ, എബ്രായർ 10 സത്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ച ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപത്തിന് വേണ്ടി അർപ്പിക്കുവാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംപ്രീതമായ കാത്തിരിപ്പം ശത്രുക്കളെ വിഴികളെ അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് ഇന്നത്തെ പറയാൻ കർത്താവിന്റെ അഭിഷിക്ത അടിയനെ ബോധ്യപ്പെടുത്തി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നാം നേരിടേണ്ട ഭയാനക ന്യായവിധിയുണ്ട്. അതുകൊണ്ടാണ് അത് അതിഭയങ്കരമായിരിക്കുന്നതാണ്. എബ്രായർ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയണേ. എബ്രായർ 10:31 ഇങ്ങനെ പഠിപ്പിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് വീഴുക എത്രയോ ഭയാനകമാണ്. അതുകൊണ്ട് നമുക്ക് ഉണർന്ന സ്വബോധമുള്ളവരായി ജീവിക്കാൻ ദൈവമക്കളെ നമുക്ക് ഈ ദിവസം ഒരു മാറ്റത്തിന്റെ ദിവസമാക്കി മാറ്റാം. ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി ജനിക്കുന്നവരായി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ കഴിവുകൾ, ആരോഗ്യം, പണം എല്ലാം ഉപയോഗിക്കുന്നവരായിട്ട് അടുത്ത ആഴ്ചയിലൊക്കെ നിങ്ങൾ ഓരോരുത്തരിലും 5-10 പേര് ഇവിടെ വരട്ടെ. ഇവിടെ എല്ലാ മാസവും 2 ധ്യാനം ഉണ്ടല്ലോ. അവിടത്തേക്ക് ആളുകളെ പറഞ്ഞു വിടുക. അവരാത്മാവ് രക്ഷ അത് മാത്രമേ കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. ആ ബോധ്യത്തോടെ അവരിൽ പണമില്ലേ, നിങ്ങളുടെ പൈസ ദശാംശത്തിന് കൊടുക്കുക, ഫീസായിട്ട് കൊടുക്കുക, അത് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. റോമാക്കാർ ലേഖനം 13-11-ാം അധ്യായത്തിന്റെ ദൈവമക്കളെ 13-11 പരിശുദ്ധാത്മ നമ്മൾ ഉത്ബോധിക്കുന്ന എങ്ങനെയാണ്? നിദ്ര ഉറക്ക വായിക്കാൻ എന്നോട് ചേർന്ന്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം. നിദ്ര വിട്ടുണരേണ്ട മറുക്കൂറാണുള്ളത്. ശാരീരിക നിദ്രയല്ല ദൈവമക്കളെ, ആത്മീയ നിദ്ര. ഒരു നാമധാരി ക്രിസ്ത്യാനി ജീവിക്കല്ലേ തുപ്പിക്കളയപ്പെടുന്ന കർത്താവ് പറയണേ. കർത്താവിന് വേണ്ടി ജനിക്കുന്നവരായി ജീവിക്കുക. റോമാ 13:11 ഞാൻ വായിച്ചുകൊണ്ടിരിക്കണേ. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. അതിന് റീസൺ കർത്താവ് പറയുന്നത്, എന്നാൽ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഇതാ രാത്രി എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റ് കാലഘട്ടം. ഇപ്പൊ നമുക്ക് പാപം ചെയ്യാൻ ആഗ്രഹിച്ചാൽ പാപം ചെയ്യാൻ പറ്റും. കർത്താവിന്റെ രാജ്യം വരുമ്പോൾ പാപം ചെയ്യാൻ ആഗ്രഹിച്ചാലും പറ്റാത്ത കാലഘട്ടമുണ്ട്. അതാണ് കർത്താവിന്റെ പകൽ എന്ന് പറയുന്നത്. ഇതാ രാത്രി കഴിയാറായിരിക്കുന്നു, പകൽ സമീപിച്ച്. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകൽ ചോദിച്ച വിധം വായിക്കാൻ എന്നോട് ചേർന്ന്, സുഖലോൽപതയിലോ അഭീത മദ്യലഹരിയിലോ അഭീതപേക്ഷയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കല്ലേ. പിന്നെയോ പ്രത്യേക കർത്താവായ യേശു ക്രിസ്തു ധരിക്കുവിൻ. ദുർമോളി നയിക്കതവും ശരീരത്തെ പറ്റി എന്തൊടുക്കും എന്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അവിടെ നിന്ന് ആവശ്യം ഓരോ കാലങ്ങളുടെ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആരേക്കാളും ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഒരു 1/2 മിനിറ്റ് കൊണ്ട് എന്നെ സാക്ഷി 1/2 മിനിറ്റേ വേണ്ടു എനിക്ക്. 6 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ അപ്പനാണ് കള്ളുടിയനായിരുന്നു, കൂലിപ്പണിക്ക് പോയി പഠിച്ചത്. ഉച്ചവരെ നിലവിടാൻ പോകും, ഉച്ചവരെ അങ്ങനെയാണ് ഡിപ്ലോമ എടുത്ത്. ദൈവമക്കളെ, അവൻ്റെ ഓരോ ആവശ്യങ്ങളും നടത്തി തരുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കും, അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ആ എൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ദൈവം. അതാണ് പറയാൻ. നിങ്ങൾ ഇന്ന് നമ്മുടെ ഗുരു പറഞ്ഞില്ലേ, മത്തായി 6:33, ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക, സകലതും. അതാണ് പറയാം. അത് കാരണം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെയാണെന്നാണ് കർത്താവ് പറയണേ. ഇതൊന്നും ചെറിയവനായ എൻ്റെ പ്രബോധനമല്ല. അതാ ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് തന്നിരിക്കണേ. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മുടെ ഗുരു പറയുന്നുണ്ട്, 21, 34, 35, 36 ഉറക്കെ വായിച്ചാൻ, സുഖലോൽപിത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ
നിങ്ങളുടെ മനസ്സ് ദുർബലമാകി ആ ദിവസം എണ്ണി എണ്ണി കണക്ക് കൊടുക്കേണ്ട ദിവസം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ദൈവമക്കളെ. എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന ദിവസം എനിക്ക്. അതാണ് തനതയാവധി. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയാണ്, സുഖലോലം അധ്യാ ജീവിത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകി ആ ദിവസം ഒരു കെണി. കെണി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരുങ്ങിയിരിക്കാൻ സമയത്തുണ്ടാകുന്ന അനർത്ഥം, അതാണ് കെണി. ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴും ചെയ്യാതിരിപ്പം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത്, ഈ പറയണ എനിക്ക് കേൾക്കണം, നിങ്ങൾക്ക് യാപകമാണ്. എല്ലാവരും സ്നേഹത്തോടെ ഗുരു പറയാണ്, സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ ജാഗരൂകരായിരിപ്പിൻ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്നായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും എനിക്ക് 30 വയസ്സല്ലേ ഉള്ളൂ, 40 വയസ്സല്ലേ ഉള്ളൂ, ഇതൊരു 90 വയസ്സാകുമ്പോൾ ജീവിക്കുക, 80 വയസ്സാകുമ്പോൾ ചിന്തിക്കാമെന്ന് വിചാരിക്കും. ദൈവമക്കളെ, ഇത് പെട്ടെന്നായിരിക്കാമെന്ന പരിശുദ്ധാത്മാ പറയണേ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഉറക്കെ വായിച്ചാൽ ലീവിലുണ്ട്. 2 പത്രോസ് 3:10 ഇങ്ങനെ പഠിപ്പിക്കുന്നു. വളരെ കർത്താവിന് ഇതിനെ കള്ളനെ പോലെ വരും. എങ്ങനെ വരിക? കള്ളങ്ങനെ വീട്ടിൽ വരിക? ടെലിഫോൺ ചെയ്തിട്ടല്ലേ? ടെലഗ്രാം ചെയ്തിട്ടാവും. അത് ഞങ്ങളുടെ കാലം മാറില്ല. SMS ഇമെയിൽ അയച്ചിട്ട് അങ്ങനെയാണ് വരിക. പെട്ടെന്നായിരിക്കും. അപ്പൊ പറയണം, അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോട് അപ്പുറം ഈ ആകാശം ഒഴിഞ്ഞു പോകുന്ന പറയണേ. 68 വയസ്സുള്ളവനെ ഞാൻ. 19 വർഷം മുമ്പ് ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ അന്ന് ഞങ്ങളെ സയൻസ് പഠിപ്പിച്ച് ആകാശില്ല, സ്കൈ എന്ന് പറഞ്ഞ ശൂന്യത. എന്നാൽ ഒരു 30 വയസ്സിന് താഴെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് 10-40 വർഷമുള്ള കണ്ടുപിടിച്ചിട്ട് ദൈവമക്കൾ അന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും ബൈബിളിനെയും ക്രിസ്ത്യാനികളെയും പരിഹസിച്ചു. ആകാശില്ല, പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുക. ഇന്ന് അവരുടെ മുടി കെട്ടി മാസ്കിൻ്റെ കൊണ്ട് അംഗീകരിച്ചു. 35 കൊല്ലം കണ്ടുപിടിച്ചിട്ട് ഭൂമിക്ക് മുകളിൽ 11 കിലോമീറ്റർ തൊട്ട് 52 കിലോമീറ്റർ തിക്നെസ്സിൽ ഒരു സംരക്ഷക കവചമുണ്ട്. അതിന് ശാസ്ത്രം ഇട്ടിരിക്കുന്ന പേരാണ് ഓസോൺ പാളികൾ എന്നതിന്റെ പേര്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓസോൺ പാളി നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് നശിക്കാൻ ഇടയാക്കുന്ന കെമിക്കൽ CFC എന്ന് പറയും, ക്ലോറോ ഫ്ലോറോ കാർബൺ. അത് കണ്ടുപിടിച്ചിട്ട് 35 വർഷമായിട്ടുള്ളൂ. 2000 വർഷം മുമ്പ് ഈശോ പറഞ്ഞാണ് അവസാന നാളിൽ ആകാശം നശിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആകാശം നശിച്ചു. യൂറോപ്പ് ഭൂഖണ്ഡത്തിന് അത്ര ഓൾറെഡി നശിച്ചു കഴിഞ്ഞു. ഓസോൺ പാളി എന്ന് കേൾക്കണില്ലേ നിങ്ങൾ? 10-25-30 വർഷത്തിലേക്ക് കേൾക്കാൻ തുടങ്ങി. അതിന് മുമ്പ് കണ്ട് പഴയ ആളുകൾ വരുന്നു, കേട്ടിട്ടുണ്ടോ? 2000 വർഷം ഈശോ പറഞ്ഞ പ്രവചനമാണ് അവസാന നാളിൽ ഒരു അടയാളം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം 10-ാം വാക്യം. അപ്പോൾ ആകാശം വലിയ ശബ്ദം അപ്രത്യക്ഷമാകും. അടുത്ത വാക്ക് എന്താ? മൂലപദാർത്ഥങ്ങൾ കത്തി എരിഞ്ഞ് ചാമ്പലാകും. ഞാൻ പഠിച്ച കാലഘട്ടത്തില് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചെങ്ങനെയാണ്? ഒരു എലിമെന്റ്, മൂലം എന്ന് പറഞ്ഞ എലിമെന്റ് എന്നുള്ള മക്കളെ, ഒരു എലിമെന്റിന്റെ സ്മോളസ്റ്റ് പാർട്ട് ആറ്റമാണ്. പിന്നീട് ചെറുതാക്കാൻ പറ്റില്ല എന്നാണ് 19-52 വർഷം മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ഒരു 30-35 വയസ്സിന് താഴെ പഠിക്കുന്ന ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നതല്ല. ഈ മൂലകത്തെ എലിമെന്റിനെ വിഘടിക്കാം. ഫ്യൂഷൻ എന്ന് പറയും, ഫിക്ഷൻ എന്ന് പറയും. വിഘടിക്കുമ്പോൾ ഒരുപാട് ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറയും. ഒരുപാട് ഊർജ്ജമുണ്ടാകും. ആ ഊർജ്ജത്തെ സമാഹരിച്ചിട്ടാണ് ഇന്നത്തെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത്. 10-40 വർഷത്തിന്റെ പ്രതിഭാസമാണ്. 2000 വർഷം മുമ്പ് അപ്പം പറഞ്ഞാണ് അവസാന നാളിൽ ഈ ഭൂമിയിൽ സമസ്തവും കത്തി നശിക്കാൻ ഇടയാക്കുന്നത് എലിമെന്റ്സ് കത്തി എരിഞ്ഞായിരിക്കും. മൂലം അതാണ് ആറ്റം ബോംബുകളുടെ അടിസ്ഥാന തത്വം. ഇന്ന് ഈ ഭൂമിയെ അനേകവട്ടം ഭസ്മമാക്കാൻ മതിയായ ആണവായുധങ്ങൾ ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് ഇന്നിൻ്റെ അവസ്ഥ. 2000 വർഷം ഈശോ പറഞ്ഞ കാര്യം നമ്മൾ വായിക്കണേ. മൂലപദാർത്ഥങ്ങൾ കത്തിയരും ചാമ്പലാകും, ഭൂമിയിലെ സമസ്തവും. ഈ മക്കളെ, കർത്താവിന് ഇതിനെ കള്ളനെ പോലെ ആയിരിക്കും. ഇതൊക്കെ പെട്ടെന്നായിരിക്കും ഉണ്ടാവുക. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. പത്രോസിന്റെ മത്തായിയുടെ സുവിശേഷം 24:41-44 ഉറക്കെ വായിച്ച് മേം വായിച്ച എല്ലാവരും. കള്ളൻ രാത്രി എന്ന പോലെയാണ്. ദൈവമക്കളെ, ഇതൊക്കെ പെട്ടെന്നായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം ലേഖനത്തിന് 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഉറക്കെ വായിക്കും. 1 തെസ്സലോനിക്കർ 5:2. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിന് വരുമെന്ന് നിങ്ങൾക്ക് നന്നാക്കി അറിയാം. നിങ്ങൾ ആരും യാമോഹിക്കരുത്. കർത്താവിൻ്റെ വരവൻ്റെ അടയാളം കാണുമ്പോൾ മാനസാന്തരപ്പെടാൻ ആരും യാമോഹിക്കരുത്. കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ എത്ര സമയം കിട്ടുമെന്ന് വ്യക്തവും സ്പഷ്ടമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കി, ലീവിലുണ്ടല്ലോ. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 15-ാം അധ്യായം 51-52 വാക്യം. ക്രിസ്ത്യാത്മീയതയുടെ ഏറ്റവും ഉയർന്ന രഹസ്യമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരുന്നത്. 1 കൊരിന്ത്യർ 15:51-52 ഇങ്ങനെ പഠിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളൊരു രഹസ്യം പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയല്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണമിക്കുന്നത്ര വേഗത്തിൽ നാം. ദൈവമക്കളെ, അത്രയും സമയം ആ സമയത്ത് കിട്ടുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ ആ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം കാണുമ്പോൾ മാനസാന്തരപ്പെടാൻ ആരും ഞാൻ നോക്കരുതേ. ഇപ്പോഴേ നമ്മൾ മാക്സിമം ഇനിയുള്ള ജീവിതങ്ങൾ കഴിഞ്ഞ കാലമൊക്കെ പോട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുക. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ നിറഞ്ഞ് കവിയണം. ഇവിടെ നമ്മുടെ താമസമുള്ള ധ്യാനങ്ങൾ ആളുകൾ അതിന് പ്രേക്ഷിതരായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഒരു സത്യം, വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിത്യതയിൽ അനന്ത ന്യായവിസമയത്ത് അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. കേട്ട വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ ശക്തിയായിരിക്കട്ടെ.